ഇതൊക്കെ എന്ത് ഉമ്മ കാണിക്കാതെ നോക്കോ. അല്ല അൽബിയാക്ക, നിങ്ങളെ രണ്ട് മണ്ട പോയ തെങ്ങളല്ല സിറ്റോട്ടിൽ നിന്ന് കുതിരോടുന്നത്. ആയിട്ടാളെ വല്ല പണിക്കും വിട്ടൂടെ? നിങ്ങൾ എന്തിനാണ് ഈ ഇറങ്ങാറാണത്? ആ കൊച്ചന്മാരെ കണ്ടിട്ട് അറിയാതെ ഇതിപ്പോ മിക്കവാറും 12 പോലെ വലിയ കൊച്ചനെ ബികോമോ സികോമോ ഡികോമോ ഒക്കെ കഴിഞ്ഞതാ. ആ 10 രൂപേന്റെ ഉപകാരം അവനെ കൊണ്ടില്ല. ആ വലുതോ തല തിരിഞ്ഞു പോയി. ആ ചെറുതിനെങ്കിലും ആ മഞ്ചേരി കോഴ്സിനൊന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? സ്കോച്ചോ? സ്കോച്ചല്ല അൽബിയാക്ക, കോഴ്സ് കോഴ്സ്. കോഴ്സ്. ഏത് കോഴ്സാണ് ഇപ്പൊ ഇത്? സാധാ അക്കൗണ്ട് കോഴ്സ് എല്ലായിടത്തും പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഫോറിൻ അക്കൗണ്ട് കോഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. ഈ കോഴ്സ് പഠിപ്പിച്ചു കണ്ടേ നിങ്ങൾ ഗൾഫുകാർ പറഞ്ഞോളി. ഈ പേരല്ല, ഇതിന്റെ വലിയ പേരെ നിങ്ങൾക്ക് കയറ്റാ. ലക്ഷങ്ങളാണ് സാലറി, ലക്ഷങ്ങള്. അല്ല മഞ്ചേരങ്ങാടിയിൽ ഓടിയപ്പോ ഈ കോച്ച് വാപ്പ പറഞ്ഞ സ്ഥലം. അപ്പൊ മക്കളെ ഫോറിൻ അക്കൗണ്ടിങ് പഠിച്ചോളി, ലക്ഷങ്ങൾ സമ്പാദിച്ചോളി. ഇവന് ഡിഗ്രി കഴിഞ്ഞാണോ? അതെ അതെ. ഏതാണ് കഴിഞ്ഞിട്ടുള്ളത്? ബികോം കഴിഞ്ഞാണ്. ഓക്കെ, ബികോം കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റർ ഓഫ് ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ട്സ് എന്നൊരു കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഫോറിൻ അക്കൗണ്ട്സ് പറഞ്ഞ വേറൊരു കോഴ്സ് ഉണ്ട്. മാത്രമല്ല ഇന്ത്യൻ അക്കൗണ്ട്സും ഫോറിൻ അക്കൗണ്ട്സും ആയിട്ട് ഒരു 50ഓളം വ്യത്യാസങ്ങളുണ്ട്. അതിന് മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഇന്ത്യയിലെ അക്കൗണ്ട്സ് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതും അക്കൗണ്ട്സ് ചെയ്യുന്നതും. അതേസമയത്ത് ഗൾഫിലാണെന്നുണ്ടെങ്കിലും വിദേശത്താണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ IFRS ആണ്. സിസ്റ്റം തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പഠിച്ചു വന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പോയിട്ട് അവിടെ പോയിട്ട് അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ചീഫ് അക്കൗണ്ടന്റ്, ഫിനാൻസ് മാനേജർ ലെവൽക്ക് ഖത്തറിലും സൗദിയിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഞാനവിടെ സലാം ഇന്റർനാഷണൽ കമ്പനിയിലായിരുന്നു. പിന്നെ ബിന്നുംബ്രാൻ ഗ്രൂപ്പ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10ഓളം കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനികളെല്ലാം വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. റിയൽ ആയിട്ടുള്ള കമ്പനീൻ്റെ, അപ്പോൾ ഗൾഫിലെ തന്നെ കമ്പനീൻ്റെ അക്കൗണ്ട്സ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇവരെ നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും അവർ അക്കൗണ്ട്സിൽ അവർക്ക് എക്സ്പേർട്ട് ആക്കുകയും ചെയ്യണം. പിന്നെ മാത്രമല്ല നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് തന്നെ നമ്മൾ ഇന്റർനാഷണലി അക്രഡിറ്റഡ് ഉള്ള സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. അതിനെ കൂടെ തന്നെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കുന്നുണ്ട്. കാരണം ഇവർ 2 കമ്പനിയിൽ അവർ വർക്ക് ചെയ്ത അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ 2 കമ്പനീൻ്റെയും അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് ദൂരത്തു നിന്നുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഹോസ്റ്റലും കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഹോസ്റ്റൽ ഫ്രീ ആയിട്ട് അപ്പോൾ കൊടുക്കണം. നേരെ പഠിക്കണം എന്നുണ്ടെങ്കിൽ വന്നോളി ഓക്കോമോക്ക്. അപ്പൊ നമ്മളെ ഓക്കോമിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാല് നമ്മളെ പാണ്ടിക്കാർ റോഡില് ഹിൽട്ടന്റെ നേരെ ഓപ്പോസിറ്റ് PT ടവറിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്.